ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് മോനിക്കാണ് ടേസ്റ്റ് ഒക്കെ അല്ല കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാം നമുക്ക്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. ബിരിയാണി ഇത് പഴയ സ്റ്റൈല് ബിരിയാണി കേട്ടോ. തൈരും ഉണ്ടാക്കിയിട്ടുണ്ട്, ഉള്ളി, മല്ലിച്ചപ്പ്, ഉപ്പ്, മുളക് ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു മോളുണ്ട് കൂടെ. നമ്മൾ ബിരിയാണി ചോദിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇറങ്ങാണ്ട്. മോളും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുകയാണ്. ബിരിയാണി നമുക്ക് ദമ്മിടാം. ആദ്യം മസാലകളൊക്കെ ചേർത്ത്, സാദാ ബിരിയാണിൻ്റെ മസാലകളൊക്കെ ചേർത്ത് വെറൈറ്റി ആയിട്ട് കുറച്ച് ഉള്ളി പൊരിച്ചതാണ് ഇടാൻ പോണത്. അങ്ങനെ ഉള്ളി പൊരിച്ചിട്ടെടുത്ത് ഇളക്കി കൊടുത്ത് അതിൻ്റെ മുകൾക്ക് ഇനി നമ്മൾ ചോറിടാൻ പോവുകയാണ്. വലിയ വലിയ പീസാണ് ഇതിന് ചിക്കൻ കേട്ടോ. സാദാ ബിരിയാണി വെക്കണ പോലെ തന്നെ. പക്ഷെ ബിരിയാണിക്ക് ചോറ് നമ്മൾ നെയ്ച്ചോറിൻ്റെ മാതിരി വേവിച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് വേവിക്കുകയാണ്. എന്നിട്ട് പിന്നെ മസാലൻ്റെ മുകൾക്ക് ദമ്മിടുകയാണ്. ചോറ് കുറച്ച് കോരിയിട്ടിട്ട് നെയ്യ് ഒഴിച്ച് മല്ലിച്ചപ്പിട്ട് കുറച്ച് അണ്ടിയും മുന്തിരിയും വറുത്തെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നമ്മളതിൻ്റെ ഗ്രേവി എടുത്ത് വെച്ചിട്ട് ഗ്രേവി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ചോർക്ക് പിടിക്കാനാണ് ആവി കയറുമ്പോൾ. അണ്ടിപ്പരിപ്പ് മുന്തിരിയും കുറച്ച് നമുക്ക് ലാസ്റ്റ് ചോറ് പൊട്ടിക്കുമ്പോൾ അവിടെ അടുത്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് ഒരു ട്രിപ്പും കൂടി മേലെ ഉള്ളി ഇടുക. അങ്ങനെ അടുക്കടുക്കായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചോറ് കുറച്ചിട്ടിട്ട് ഉള്ളിട്ടിട്ട് മല്ലിച്ചപ്പിട്ട് നെയ്യ് ഒഴിച്ച് നമ്മൾ മൂടി വെക്കുകയാണ്. ഒരു തുണി വെച്ചിട്ടാണ് മൂടി വെക്കുന്നത്. ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി കണ്ട് ഒരു തുണി വെച്ചു. തുണി വെച്ചിട്ട് നമ്മൾ മൂടി വെച്ചെടുത്തു. ഇത് ഒരു ലെയറാണ്. അങ്ങനെ 2 ലെയറാണ് നമ്മൾ ഇട്ടത്. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ ബിരിയാണി സാറായിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. മോനിക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് പറയും. ഒരു തൈര് ഒഴിച്ച് മോനിക്ക് കൊടുക്കാം. കഴിച്ചു. സൂപ്പറാണ്. അങ്ങനെ മോളങ്ങനെ ബിരിയാണി ചോദിക്കുന്നുണ്ട്. എടുത്തപ്പോക്ക് വേണ്ട. സൂപ്പറായിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് മോളും ഉണ്ടല്ലോ. എല്ലാവരും ഇരുന്നിട്ടാണ് ചോറ് കഴിക്കുക.